ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് KTU 2024 സ്കീമിനകത്തെ PBMET 404 എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്ന് പറയുന്ന ഒരു പേപ്പറിൻ്റെ 24 സ്കീമുകാരെന്തായിരിക്കും ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഫോർത്ത് സെമ്മിൽ എന്താണ് ആദ്യത്തെ എക്സാമാണ് അവർ എഴുതാൻ പോകുന്നത്. സോ എന്താണ് പ്രീവിയസ് ഇയർ, അതായത് 2024 സ്കീമിനകത്ത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ 2050 സ്കീം അതുപോലെ തന്നെ 19 സ്കീമിനൊക്കെ എന്താണ് സെയിം പേപ്പർ ഉണ്ടായിരുന്നു. എന്താണ് ഫസ്റ്റ് മോഡ്യൂൾ അതുപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഉം 4 എന്താണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ അതുപോലെ തന്നെ ഇതിനകത്ത് വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ഒരു PYQ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതുപോലെ തന്നെ കമൻറ്റിനകത്തും കൊടുക്കാം. ദെൻ മോഡ്യൂൾ 1ൻ്റെ നോട്ട് അതുപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും ആ ലിങ്കിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ ആകെ 4 മൊഡ്യൂളാണ് വരുന്നത്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് മെക്കാനിസംസ്, ബെല്ലാനിയുടെ ടെക്സ്റ്റാണ് വരുന്നത്. പിന്നെ വരുന്നത് SS രത്തൻ്റെ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏകോഷിൻ്റെ തിയറി ഓഫ് മെക്കാനിസംസ് ആൻഡ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. സോ മിക്കവാറും ക്വസ്റ്റ്യൻസ് അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഇവിടെ വരുന്നത് കൈനമാറ്റിക് അനാലിസിസ് അതുപോലെ തന്നെ ഡിസൈൻ സിന്തസിസ് ആണ് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് മെക്കാനിസം ആൻഡ് മെഷീൻസ്. അപ്പോൾ എൻറ്റയർ സിലബസിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡ്യൂളിനകത്ത് കവർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് ഡെറിവേഷൻസോ ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഒന്നും അധികം വരില്ല. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഷോർട്ട് ആൻസറൊക്കെ എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അതിൻ്റെ ഇൻവേർഷൻസ്, അപ്പോൾ 4 ബാറിൻ്റെ ഇൻവേർഷൻസ് ചോദിക്കാം. അതുപോലെ തന്നെ സിംഗിൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേർഷൻസ് ചോദിക്കാം. അതേപോലെ തന്നെ ഡബിൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേർഷൻസ് ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇപ്പോൾ പാർട്ട് എയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിങ്ക് അതുപോലെ പെയർ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയേഴ്സ് വരുന്നുണ്ട്. അതായത് പെയേഴ്സിൻ്റെ കൈനമാറ്റിക് പെയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് മൊബിലിറ്റി അനാലിസിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള പ്രോബ്ലംസ് വരും. സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ കുച്ച്ബാക്ക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് 2 ക്രൈറ്റീരിയ വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഇക്വേഷൻ വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഗ്രഷോഫ്സ് ലോ ആണ്. ഈ ഗ്രഷോഫ്സ് ലോ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ലോ പേയേഴ്സ് ആണ്. സോ ഇപ്പോൾ ലോ പേയേഴ്സിൻ്റെ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസംസ് ആണ് വരുന്നത്. അതിൽ എക്സാക്ട് സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസം വരുന്നുണ്ട്, അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈൻ മെക്കാനിസം വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസംസ് ആണ്. സോ ഇപ്പോൾ ഇതിനകത്ത് ഈ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത് 2 മെക്കാനിസം, അതായത് എക്സാക്റ്റിനകത്ത് 2 കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്രോക്സിമേറ്റിനകത്ത് 1 കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസമാണ്, അതിനകത്ത് 2 കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസത്തിനകത്ത് എന്ത് ചെയ്യാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. ദെൻ ബാക്കി ആ ഒരു ലോ പെയർ സെക്ഷനകത്ത് എന്താണ് അധികം പ്രോബ്ലംസ് ഒന്നും വരില്ല. ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ആണ് വരുന്നത്. ഈ ഒരു പോസിലിയർ മെക്കാനിസം, ഹാർട്ട് മെക്കാനിസം, ദെൻ വാട്ട് മെക്കാനിസം. സോ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എന്തായാലും ഈ ഒരു സ്കീമിനകത്ത് ഇല്ല. അപ്പോൾ മൊബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായിരിക്കുക ഇപ്പോൾ ഈ ഒരു സ്കീമിനകത്ത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് മോഡ്യൂൾ 2ൻ്റെ PYQ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിന് ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് വെലോസിറ്റി അനാലിസിസ് ആണ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ അതിൽ അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡാണ് ഇതുവരെയും എന്താണ് അധികം ചോദിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ വെലോസിറ്റി അനാലിസിസിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് ഉണ്ട്. സോ ഇപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കാറ്. സോ അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രോബ്ലം ചെയ്യുന്ന വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ. തിയറി പാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് മെത്തേഡും ആക്സലറേഷൻ അനാലിസിസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. റിലേറ്റീവ് വെലോസിറ്റി വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കോഴ്സ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം.
അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് തിയറി ആയിട്ട് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൂഫൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് മെത്തേഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡിൽ നിന്നാണ് അധികം പ്രൂഫൊക്കെ ചോദിക്കാറ്. അതിനകത്ത് വരുന്നത് കെനഡീസ് എയർ, അതുപോലെ തന്നെ കൊളിയോസ് കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ, അപ്പോൾ അത് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാതെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ ഇനി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്യാം, അതുപോലെ തന്നെ ക്യാം ഫോളോവർ, പിന്നെ ഒരു സെക്ഷൻ വരുന്നത് ഡിസൈൻ സിന്തസിസ് ആണ്. സോ ഇപ്പോൾ ഈ ക്യാം ഫോളോവർ എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമിൻ്റെ അതുപോലെ തന്നെ ഫോളോവറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരാം. ഈ ഒരു ക്യാമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് എന്താണ്, ഗ്രാഫിക്കൽ സ്കെച്ചിങ് തന്നെയാണ് വരുന്നത്. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സിലറേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ക്യാം പ്രൊഫൈൽ വരയ്ക്കാനും ക്വസ്റ്റ്യൻസ് വരാം. ഫുൾ എന്താണ്, ഗ്രാഫിക്സിൻ്റെ മൊത്തം സ്കെച്ചിങ് ആണ് ഫുള്ള് വരുന്നത്. പിന്നെ ഡിസൈൻ സിന്തസിസിനകത്ത് വരുന്നത് നമ്പർ സിന്തസിസ് വരും. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് നമ്പർ സിന്തസിസ്, അതുപോലെ തന്നെ ഡയമെൻഷണൽ സിന്തസിസ്, പിന്നെ വരുന്നതാണ് എന്ത്, ഫംഗ്ഷൻ ജനറേഷൻ, പാത്ത് ജനറേഷനൊക്കെ. സോ ഇപ്പോൾ ഈ പാത്ത് ജനറേഷൻ, ഫംഗ്ഷൻ ജനറേഷൻ്റെ ആ ഒരു സെക്ഷനിൽ നിന്ന് ചെബിഷേവ് സ്പേസിങ്, അതുപോലെ തന്നെ ഫ്രോഡൻസ്റ്റൈൻ ഇക്വേഷനൊക്കെ എന്താ ചെയ്യാം, ഡെറിവേഷൻ ചോദിക്കാം, അതുപോലെ തന്നെ പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെബിഷേവ് സ്പേസിങ്ങും ഫ്രോഡൻസ്റ്റൈൻ ഇക്വേഷനും. ഈ ഒരു ചെബിഷേവ് സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഒരു ഇക്വേഷനേ ഉള്ളൂ. പിന്നെ എന്താ വരുന്നത് ഫ്രോഡൻസ്റ്റൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ അതിനകത്ത് പ്രോബ്ലംസ് വളരെ ഈസിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, വൺസ് അതിൻ്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെബിഷേവ് സ്പേസിങ്ങോ അതുപോലെ തന്നെ ഫ്രോഡൻസ്റ്റൈൻ ഇക്വേഷൻ ഒന്നിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. രണ്ടും യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരിക. ചെബിഷേവ് സ്പേസിങ് യൂസ് ചെയ്തിട്ടാണ് പ്രിസിഷൻ പോയിൻറ്റ്സ് കാണുന്നത്. പിന്നെ മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഗിയേഴ്സാണ്. അപ്പോൾ ഗിയേഴ്സിനകത്ത് എന്താണ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ് മെയിൻലി, അത് സിമ്പിളാണ്. ദെൻ ഒരു ഗിയറിൻ്റെ പ്രൊഫൈൽ വരും, അതേപോലെ തന്നെ അതിനകത്ത് 2-3 ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.